ഗൾഫിൽ IAS, നീറ്റ്, JEE പരിശീലന രംഗത്ത് ശ്രദ്ധേയമായ പേരാണ് എഡ്യൂവിസ്റ്റം. മീഡിയ വൺ ബിസിനസ് എക്സലൻസ് അവാർഡ് നേടിയ അതിൻ്റെ സാരഥി മുഹമ്മദ് ഷബീറിൻ്റെ വിജയകഥ കാണാം ഇനി. മുഹമ്മദ് ഷബീർ ഇ.കെ. പഠനത്തിന്റെ സ്ട്രെസ് ഇല്ലാതെ വിദ്യാർത്ഥികളെ അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ കുതിച്ചുപായാൻ സഹായിക്കുന്ന എഡ്യൂവിസ്റ്റം അക്കാഡമി മാനേജിംഗ് ഡയറക്ടർ. GCCയിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലേക്ക് പോകാതെ തന്നെ IAS, നീറ്റ്, JEE കോച്ചിംഗ് യാഥാർത്ഥ്യമാക്കിയവരാണ് എഡ്യൂവിസ്റ്റം അക്കാഡമി. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ജൂനിയർ IAS അക്കാഡമി ആയിട്ടാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പാരൻറ്റ് കമ്പനി കേരളത്തിൽ തിരുവനന്തപുരത്ത് ഏതാണ്ട് 4 വർഷത്തോളമായിട്ട് വളരെ നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ഏതാണ്ട് ഈ വർഷം തന്നെ 43 ആളുകളാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ജൂനിയർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഏറ്റവും ബേസിക് ലെവലിൽ തൊട്ട് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് മാത്സിൽ നമ്മൾ എന്താ പറയുക ഗ്രൂം ചെയ്തെടുക്കുക എന്നുള്ളൊരു സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത് ഡോക്ടർ ജൂനിയറിൽ. ഈ ഡോക്ടർ ജൂനിയറും ജൂനിയർ IASും 2 കോഴ്സും നമ്മൾ കൊടുക്കുന്നത് ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഉള്ള സാധാരണക്കാർക്ക് എഫോർട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഒരു പ്രൈസിങ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഒരു ഓഫ്ലൈൻ ആണെങ്കിൽ മിനിമം നമ്മളൊരു പെർ മന്ത് 1000 ദിർഹംസ് മുതൽക്ക് മുകളിലോട്ടേക്ക് ചാർജ് വരുന്നുണ്ട്. ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ ഒരു വർഷത്തെ അക്കാഡമിക് കോഴ്സിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 2500-2800 ദിർഹംസാണ്. 2007 അബുദാബിയിൽ അക്കൗണ്ടന്റായി പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ച മുഹമ്മദ് ബഷീർ ഓൺട്രപ്രണർഷിപ്പിലും തന്റെ മികവ് തെളിയിച്ചു. ജൂനിയർ IAS അക്കാഡമി എന്നൊരു സംവിധാനം നമ്മൾ UAE ആരംഭിക്കാനുള്ളൊരു കാരണം ഒരുപാട് ആളുകൾ ഒരു എന്താ പറയുക എബ്രോഡ് സ്റ്റഡീസ് അതല്ലെങ്കിൽ എബ്രോഡ് സെറ്റിൽഡ് എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ആൾക്കാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് ഇവരെ കാലിബറും ഇവരെ കഴിവുകളും എങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ പ്രവാസികളാണ്. അപ്പം നമുക്കൊക്കെ ഏതെങ്കിലും സമയത്ത് നാട്ടിൽ സെറ്റിൽ ആവാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ നാട്ടിലെ അതിനുള്ള സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടാണ് കയറി വരുന്നത്. പക്ഷേ അതേ സമയത്ത് ജൂനിയർ IAS എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിലെ എന്താ പറയുക ഒരു നല്ലൊരു പൊസിഷനിൽ ഏതാണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു IAS എന്ന് പറയുന്ന ഒരു കോഴ്സ് മാത്രമല്ല, എല്ലാവരും സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന സാധനം IAS എന്നുള്ളതാണ്. പക്ഷേ IAS അതല്ല. IASന് പുറമെ IPS, IFS, IRS പറയുമ്പോൾ ഏതാണ്ട് 24ഓളം വിഭാഗത്തിലേക്ക് അത് പോകുന്നുണ്ട്. മുൻ UAE മിനിസ്റ്ററിന്റെ ഫിനാൻസ് ടീമിലെ മികച്ച ജോലി ഉപേക്ഷിച്ചാണ് മുഹമ്മദ് തന്റെ ഓൺട്രപ്രണർ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ തീരുമാനിക്കുന്നത്. അൽമാസി ഓഡിറ്റിംഗ് എന്ന ഓഡിറ്റിംഗ് ഫേമിലൂടെ തന്റെ ബിസിനസ് ലോകത്തേക്കുള്ള പാത സ്വയം വെട്ടിത്തുറന്നു. GCCയിലെ IAS ആസ്പിരന്റായ വിദ്യാർത്ഥികൾ കോച്ചിങ്ങിനായി ഇന്ത്യയെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നതായി മനസ്സിലാക്കിയത്. അതാണ് മത്സര പരീക്ഷാ കോച്ചിങ്ങിന്റെ മറുവാക്കായി UAEയിൽ മാറിയ എഡ്യൂവിസ്റ്റം അക്കാഡമിയുടെ തുടക്കം. ഞങ്ങൾ എല്ലാ GCC കൺട്രീസിലും തുടങ്ങാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം നമ്മൾ UAEയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഡിസംബറിൽ ഞങ്ങൾ സൗദിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സൗദി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് ബാക്കിയുള്ള എല്ലാ GCC കൺട്രീസിലേക്ക് നമ്മളിത് ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. ഫൈറ ട്രാവൽസ്, കാൻയോൺ ടെക്നോളജി എന്നിങ്ങനെ വ്യത്യസ്ത ഓൺട്രപ്രണർ മേഖലകളിൽ തന്റെ സക്സസ് സ്റ്റോറി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷണറി.